നമസ്കാരം. നമ്മുടെ അടുത്ത ക്ലാസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പം എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ദ്രാവകങ്ങളുടെ തിളനിലയിൽ വരുന്ന ഉയർച്ച, ഉന്നതിയാണ്. അപ്പം നമ്മളവിടെ കൺസിഡർ ചെയ്തത് ഒരു നോൺ വോളറ്റൈലായിട്ടുള്ള സൊല്യൂട്ട്, ഒരു വോളറ്റൈലായിട്ടുള്ള സോൾവെൻറ്റ്. സപ്പോസ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് നമുക്കറിയാം 100 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അപ്പോൾ ഈ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വാട്ടർ നോർമൽ കേസിൽ ബോയിൽ ചെയ്യും. പക്ഷേ സോഡിയം ക്ലോറൈഡ് അതിൽ ഡിസോൾവ് ചെയ്തപ്പോൾ വാട്ടറിനോടൊപ്പം തന്നെ, വാട്ടർ തന്മാത്രകളോടൊപ്പം തന്നെ വാട്ടറിൻ്റെ സർഫസിൽ സോഡിയം ക്ലോറൈഡിൻ്റെ തന്മാത്രകളും മോളിക്യൂൾസും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടറിന് വേപ്പറായിട്ട് പോകുന്ന ആ ഒരു ട്രെൻഡ്, ആ ഒരു ടെൻഡൻസി, അതിന് ഒരു പരിധിവരെ തടസ്സപ്പെടുത്തുന്നു. ആരുടെ സാന്നിധ്യം? ഈ സോഡിയം ക്ലോറൈഡ്. അത് ബാഷ്പീകരണശീലമില്ലാത്തതാണ്, വോളറ്റൈലല്ല. അത് തടസ്സപ്പെടുത്തും അതിൻ്റെ മോളിക്യൂൾ സർഫസിൽ കിടക്കുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സോഡിയം ക്ലോറൈഡ് ചേർന്ന ജലം, വാട്ടർ തിളയ്ക്കുന്നത് എപ്പോഴും 100 ഡിഗ്രിക്ക് മുകളിലുള്ള ടെമ്പറേച്ചറിലായിരിക്കും. കാരണം ഈ സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾസിൻ്റെ പ്രസൻസിനെ അതിജീവിച്ചുകൊണ്ട്, അവരെ ഓവർകം ചെയ്തുകൊണ്ട്, സർഫസിൽ അവരുടെ സാന്നിധ്യത്തെ അതിജീവിച്ചുകൊണ്ട് വാട്ടറിൻ്റെ തന്മാത്രകൾക്ക് തിളച്ച് വേപ്പറായിട്ട് പോകണമെങ്കിൽ കൂടുതൽ ഊർജം, കൂടുതൽ എനർജി ആവശ്യമാണ്. അതിന് കൂടുതൽ ഊർജം വേണമെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ അതിന് കിട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ടെമ്പറേച്ചർ കൊടുക്കണം, കൂടുതൽ ചൂടാക്കണം. 100 ഡിഗ്രി എന്ന് പറയുന്നതിന് പകരം ചിലപ്പം 102, 103 ഡിഗ്രി വരെ ചൂടാക്കിയെങ്കിലേ സോഡിയം ക്ലോറൈഡ് ചേർന്ന വെള്ളത്തിലെ, ജലത്തിൻ്റെ തന്മാത്രകൾക്ക് വേപ്പറായിട്ട് പോകാനുള്ള ആ ഊർജം, എനർജി ലഭിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ടായ സോഡിയം ക്ലോറൈഡ് അലിഞ്ഞു ചേർന്ന വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് എലിവേറ്റ് ചെയ്യപ്പെട്ടു, ഉയർത്തപ്പെട്ടു. ദിസ് ഈസ് കോൾഡ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇവിടെ നമ്മൾ പറഞ്ഞ 2 ഡിഗ്രി അല്ലെങ്കിൽ ആ 3 ഡിഗ്രിയാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ചിന്തിക്കുക, ഈ ജലത്തിനകത്ത് സോഡിയം ക്ലോറൈഡിൻ്റെ അളവ് കൂടുതലാണ് എന്നുവെച്ചാൽ നമ്പർ ഓഫ് മോൾസ് കൂടുതലാണ്. അത് നിങ്ങൾ മൊളാലിറ്റിയിലോ മോൾ ഫ്രാക്ഷനിലോ ഒക്കെ എടുത്താലും കുഴപ്പമില്ല. നമ്പർ ഓഫ് മോൾസ് കൂടുതലാണെന്ന് ചിന്തിക്കുക. അതെങ്കിൽ എന്ത് സംഭവിക്കും? അത്രത്തോളം ബുദ്ധിമുട്ടാണ് വെള്ളത്തിൻ്റെ തന്മാത്രകൾക്ക് വേപ്പറായിട്ട് പോകുവാനായിട്ട്. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചറായി നമ്മൾ ചൂടാക്കേണ്ടി വരും. എന്ന് വെച്ചാൽ എ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഹാസ് എ ഗ്രേറ്റർ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ദാൻ എ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ ദ സൊല്യൂഷൻ. Elevation in boiling point is directly proportional to number of moles of solute in the solution. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ 103 ഡിഗ്രി ആണെന്ന് ഇരിക്കട്ടെ. That will be the temperature at which now the solution boils. And the boiling point of pure solvent water is 100 degree centigrade. That difference is called elevation in boiling point. We can represent it as delta TB. ബോയിലിംഗ് പോയിന്റിലെ എലിവേഷൻ ഡെൽറ്റ ടി ബി. ആൻഡ് ദാറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. നമ്മൾ മൊളാലിറ്റിയാണ് ഈ കാൽക്കുലേഷനിൽ ഇവിടെ എടുക്കുന്നതുകൊണ്ടാണ് മൊളാലിറ്റി എടുക്കുന്നത്. മൊളാലിറ്റി എടുത്താലും ഒന്നുമില്ല. പക്ഷേ നമ്മുടെ സ്റ്റഡിയിലെല്ലാം നമ്മൾ മൊളാലിറ്റി വെച്ചാണ് പുസ്തകങ്ങളിലെല്ലാം അത് പറയുന്നത്. സോ ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി എം, സ്മോൾ ലെറ്റർ എം. പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമുക്ക് മാറ്റാം. സോ ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, പ്രൊപ്പോർഷണാലിറ്റി മാറ്റുന്ന ഒരു കോൺസ്റ്റൻറ്റ് കെ ബി ഇൻറ്റു എം മൊളാലിറ്റി. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം. വാട്ട് ഈസ് എം? മൊളാലിറ്റി. മൊളാലിറ്റി നമുക്കറിയാം. മൊളാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാം. അതിന് ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്
in divided by mass of solvent in kilogram. Number of moles of solute divided by mass of solvent in kilogram. അപ്പോൾ ന്യൂമറേറ്റർ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഡിനോമിനേറ്റർ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അങ്ങനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൊളാലിറ്റി കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? വെയിറ്റ് അല്ലെങ്കിൽ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. അപ്പം മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്, അതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ന്യൂമറേറ്റർ. ഇനി മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം, കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്രാമിലുള്ള സോൾവെൻറ്റിൻ്റെ വെയിറ്റിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സപ്പോസ് നമ്മൾ വിചാരിക്കുക WA വെയിറ്റ് ഓഫ് സോൾവെൻറ്റ്, WA ഇസ് ദ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ടേക്കൺ. അതിനെ നമുക്ക് കിലോഗ്രാമിലേക്ക് മാറ്റണമെങ്കിലോ ഡിവൈഡഡ് ബൈ 1000. സോ ഡിനോമിനേറ്റർ എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം എന്ന് പറയുന്നത് WA ബൈ ഡിവൈഡഡ് ബൈ 1000, WA divided by 1000 എന്ന് വെച്ചാൽ വെയിറ്റ് ഓഫ് സോൾവെൻറ്റ് ടേക്കൺ ഡിവൈഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഓർ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മൊളാലിറ്റി M സമം WB ബൈ MB ഡിവൈഡഡ് ബൈ WA ബൈ 1000. അപ്പം അടിയിലത്തെ ഫ്രാക്ഷനെ നമ്മൾ റെസിപ്രോക്കൽ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? M സമം മൊളാലിറ്റി M സമം WB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB ഇൻറ്റു WA. മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB ഇൻറ്റു WA. നമ്മൾ ഈ മൊളാലിറ്റി നേരത്തെ പറഞ്ഞ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M എന്ന് പറഞ്ഞതിലെ എമ്മിൻ്റെ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു? ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 ദ ഓൾ ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. ഒന്നുകൂടെ പറയാം. ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 the whole divided by MB ഇൻറ്റു WA. നമുക്ക് വേണ്ടത് എന്താണ്? മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് MB ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ MB എവിടെയുണ്ട്? ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ ആ ഡിനോമിനേറ്ററിലെ MBയെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുന്നു. ദെയർഫോർ MB സമം MB ഈക്വൽസ് KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA. ഒന്നും കൂടെ ഇക്വേഷൻ പറയാം. MB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TB ഇൻറ്റു WA. ഇക്വേഷൻ ഒന്ന് നോക്കുക. നമുക്ക് മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കിട്ടി. അപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് മെത്തേഡിൽ നമുക്ക് മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മെഷർമെൻറ്റിലൂടെ നമുക്ക് മോളിക്കുലാർ വെയിറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നേരത്തെ നമ്മൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിലൂടെ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിച്ചു. ഇപ്പോൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റിലൂടെ നമ്മൾ മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് മെത്തേഡ്. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് മെത്തേഡിൽ നമുക്ക് മോളിക്കുലാർ വെയിറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അത് നമുക്കറിയാം. സോൾവെൻറ്റ്സ് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ലിക്വിഡ് ആൻഡ് സോളിഡ് co-exist in equilibrium. ഒരു ലിക്വിഡ് അത് സോളിഡായിട്ട് മാറുന്ന ടെമ്പറേച്ചർ ഏതാണോ അതാണ് അതിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ജലം ഫെമിലിയർ ആയതുകൊണ്ട് ജലത്തിൻ്റെ കാര്യം തന്നെ എല്ലായിടത്തും എടുക്കാം. വാട്ടർ ഫ്രീസസ് അറ്റ് 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് വെച്ചാൽ അർത്ഥം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദ വേപ്പർ പ്രഷർ. ഇപ്പോൾ ബോയിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് ഗ്യാസ്. വേപ്പർ, the vapor pressure of a liquid becomes equal to vapor pressure of the gas or the vapor. Similarly, ഒരു ലിക്വിഡ് സോളിഡ് ആകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് സോളിഡ് എന്നാണ് അർത്ഥം. ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് ബിക്കംസ് ഈക്വൽ ടു വേപ്പർ പ്രഷർ ഓഫ് സോളിഡ്. അപ്പോൾ വെള്ളം ഐസാകുമ്പോൾ
സോളിഡായ ജലത്തിൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ലിക്വിഡായ ജലത്തിൻ്റെ വേപ്പർ പ്രഷറിന് തുല്യമാകുന്നു. അത് 0 ഡിഗ്രിയിലാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം വേപ്പർ പ്രഷർ എപ്പോഴും ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടിക്കൊണ്ടിരിക്കും, ടെമ്പറേച്ചർ കുറയുമ്പം കുറഞ്ഞുകൊണ്ടിരിക്കും. ടെമ്പറേച്ചർ കൂടുമ്പം കൂടിക്കൊണ്ടിരിക്കും, ടെമ്പറേച്ചർ കുറയുമ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ത്? വേപ്പർ പ്രഷർ. അപ്പോൾ വേപ്പർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ഡിക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. അപ്പോൾ ജലം ഐസായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിൻ്റെ വേപ്പർ പ്രഷർ കുറച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ വേപ്പർ പ്രഷർ അത് സോളിഡായി മാറിയപ്പോൾ 0 ഡിഗ്രിയിലെത്തിയപ്പോൾ അതൊരു സോളിഡിൻ്റെ വേപ്പർ പ്രഷറിലേക്ക് എത്തപ്പെട്ടു. എന്ന് വെച്ചാൽ സൊല്യൂഷൻസ് ഹാവ് ലോവർ വേപ്പർ പ്രഷർ ദാൻ പ്യുവർ സോൾവെൻറ്റ്. ഓൾവേസ് സൊല്യൂഷൻസ് ഹാവ് ലോവർ വേപ്പർ പ്രഷർ ദാൻ പ്യുവർ സോൾവെൻറ്റ്. ഞാനതിൻ്റെ ആധികാരികതയിലോട്ട് പോകുന്നില്ല, കാരണം ഒത്തിരി വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക. ഓൾവേസ് എ സൊല്യൂഷൻസ് വേപ്പർ പ്രഷർ വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ്. അതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ വേപ്പർ പ്രഷർ താഴ്ന്നിരിക്കുന്നത് കൊണ്ട് അത് സോളിഡായിട്ട് മാറണമെങ്കിൽ ഇറ്റ് ഓക്കർ ഓൺലി അറ്റ് എ ലോവർ ടെമ്പറേച്ചർ. ഓൾവേസ് എ സൊല്യൂഷൻ ഫ്രീസസ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ പ്യുവർ സോൾവെൻറ്റ്. എപ്പോഴും ഒരു പ്യുവർ സോൾവെൻറ്റിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റിനെക്കാട്ടിലും താഴെയായിരിക്കും ഒരു സൊല്യൂഷൻ്റെ, അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സോഡിയം ക്ലോറൈഡ് ലയിച്ച ജലം എപ്പോഴും 0 ഡിഗ്രിക്ക് താഴെയായിരിക്കും ഫ്രീസ് ചെയ്യുന്നത്. ഓൾവേസ് എ സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഫ്രീസസ് അറ്റ് എ ടെമ്പറേച്ചർ ലോവർ ദാൻ 0 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. സപ്പോസ് ഇറ്റ് മേ ബി -3 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അങ്ങനെ -3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണെങ്കിൽ ആ -3 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴേക്ക് പോയി. ദാറ്റ് ഈസ് ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. അത് മുൻപേ പറഞ്ഞതുപോലെ എത്രത്തോളം സൊല്യൂട്ട് അലിഞ്ഞിരിക്കുന്നു അത്രത്തോളം ഡിപ്രഷനും ഉണ്ടാവും. സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ മൊളാലിറ്റി കൂടുതലാണെങ്കിൽ ഡിപ്രഷനും താഴേക്കായിരിക്കും. എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ ഫ്രീസസ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ എ ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ എന്നർത്ഥം. അപ്പം അവിടെയും നമുക്ക് പറയാം ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. മൊളാലിറ്റി കൂടുതലാണെങ്കിൽ ഡിപ്രഷനും കൂടുതലായിരിക്കും. ദ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ നേരത്തെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ΔTB എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ΔTF എന്ന് പറയാം. ΔTF അങ്ങനെയാണെങ്കിൽ ΔTF ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M, സ്മോൾ ലെറ്റർ M. ΔTF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M. പ്രൊപ്പോർഷണൽ ഡിസൈൻ നേരത്തെ പോലെ മാറ്റാം. അവിടെ KB എന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റോട് കുടിച്ചു. ഇവിടുത്തെ നമ്മുടെ കോൺസ്റ്റൻറ്റ് KF. ΔTF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M. ΔTF ഈസ് ഈക്വൽ ടു KF ഇൻറ്റു M. അപ്പോൾ M എന്താണ്? മൊളാലിറ്റിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താമല്ലോ. നേരത്തെ നമ്മൾ ചെയ്തായിരുന്നു. M ഈസ് ഈക്വൽ ടു മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു WB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB ഇൻറ്റു WA. നേരത്തെ ചെയ്ത പോലെ തന്നെ മൊളാലിറ്റി M സമം WB ഇൻറ്റു 1000 ഡിവൈഡ് ബൈ MB ഇൻറ്റു WA. ആ എമ്മിൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എങ്ങനെ വരും? ΔTF is equal to KF into WB into 1000 divided by MB into WA. ഒരിക്കൽ കൂടെ പറയാം. ΔTF is equal to KB into WB into 1000 divided by MB into WA. നമുക്ക് MB ആ വേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ MB is equal to KF into WB into 1000 divided by ΔTB into WA. MB is equal to KF into WB into 1000 divided by ΔTF into WA. ഇക്വേഷൻ നോക്കിയേ. അപ്പം നമുക്ക് മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് MB നമുക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റിലൂടെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാണ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നതാണ്.
വാല്യൂസൊക്കെ ഇട്ടുകൊടുത്താൽ മാത്രം മതി പ്രോബ്ലം ചെയ്യുന്നതിന്, വേറെ ഒന്നുമില്ല, വേണ്ട. ലാസ്റ്റ് ഞാൻ പ്രോബ്ലം തരാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ലാസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ അത് നിങ്ങൾക്ക് ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? when two solutions having different concentration are separated by a semi-permeable membrane, there will be a flow of solvent from the solvent side to the solution side. അപ്പോൾ നമ്മൾ ഒരു സെമി പെർമബിൾ മെമ്പറൈൻ ഉപയോഗിച്ചിട്ട് ഒരു സൊല്യൂഷനും സോൾവെൻറ്റും കൂടെയാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ സോൾവെൻറ്റ് എവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകും? സോൾവെൻറ്റ് സൈഡിൽ നിന്നും സൊല്യൂഷൻ സൈഡിലേക്ക് ഒഴുകും. അതല്ല, നമ്മൾ രണ്ട് ഡിഫറൻറ്റ് കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനുകളാണ് സെമി പെർമബിൾ മെമ്പറൈൻ വെച്ച് വേർതിരിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ, രണ്ട് ഡിഫറൻറ്റ് കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനുകളാണ് സെമി പെർമബിൾ മെമ്പറൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ, solvent will flow from the solution having lower concentration. Solvent will flow from the solution having lower concentration to the solution having higher concentration. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ലോവർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിൽ എന്താണ്? സോൾവെൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിൽ സോൾവെൻറ്റ് കോൺസെൻട്രേഷൻ കുറവാണ്. അപ്പോൾ സോൾവെൻ്റാണ് ഓസ്മോസിസിൽ സഞ്ചരിക്കുന്നത്, അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട്, സൊല്യൂട്ട് അല്ല. അപ്പോൾ സോൾവെൻറ്റിന് എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ, അത് ഡൈലൂട്ട് സൊല്യൂഷൻ, കോൺസെൻട്രേഷൻ കുറഞ്ഞ സൊല്യൂഷനിൽ സോൾവെൻറ്റിൻ്റെ എമൗണ്ട് കൂടുതലാണ്, കോൺസെൻട്രേഷൻ സോൾവെൻറ്റിന് അവിടെയാണ് കൂടുതൽ. അതുകൊണ്ടാണ് അവിടെ നിന്നും ഹയർ കോൺസെൻട്രേഷനുള്ള സൊല്യൂഷനിലേക്ക് സോൾവെൻറ്റ് ഒഴുകുന്നത്. എപ്പോൾ വരെ? ടിൽ ബോത്ത് കോൺസെൻട്രേഷൻ ബിക്കംസ് ഐഡൻറ്റിക്കൽ, സിമിലർ. ദാറ്റ് ഈസ് കോൾഡ് ഓസ്മോസിസ്. അപ്പോൾ ഈ ഓസ്മോസിസ് നടക്കുന്നതിന് കാരണം ബിഹൈൻഡ് ദാറ്റ് ദർ ഇസ് എ പ്രഷർ, ഒരു കമ്പൽഷൻ, ഒരു ഫോഴ്സ്, ഒരു പ്രഷർ. ആ പ്രഷറിന് നമ്മൾ പറയുന്നവരാണെന്ത്? ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദ പ്രഷർ വിച്ച് ഡ്രൈവ്സ് ദ പ്രോസസ് ഓഫ് ഓസ്മോസിസ്. ഓസ്മോട്ടിക് പ്രഷർ ഈസ് ദാറ്റ് പ്രഷർ വിച്ച് ഡ്രൈവ്സ്, വിച്ച് എന്ത് ചെയ്യുന്നു? പ്രോംപ്റ്റ്, PROMPT, പ്രോംപ്റ്റ് ഓസ്മോസിസ്. അപ്പം ഓസ്മോട്ടിക് പ്രഷർ പൈ നമ്മുടെ പൈ എന്നുള്ള സിമ്പൽ ഉപയോഗിച്ചാൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഈസ് ഈക്വൽ ടു CRT എന്നൊരു ഇക്വേഷൻ എഴുതാൻ പറ്റും. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു CRT, വേർ C ഇസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. നമ്മൾ ഒരു പ്യുവർ സോൾവെൻറ്റും ഒരു സൊല്യൂഷനും വേർതിരിക്കുന്ന രീതിക്കാണ് ഇവിടെ കോൺസെൻട്രേഷൻ പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ മീൻസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ, ദ കോൺസെൻട്രേഷൻ ഓഫ് ദ സൊല്യൂഷൻ. ഒരു സൈഡിൽ പ്യുവർ സോൾവെൻ്റാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഈ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു CRT, വേർ C ഈസ് ദ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ, R ഈസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഓസ്മോസിസ് ഒക്കർ, ദ പ്രോസസ് ഒക്കർ. അപ്പോൾ C എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ ഫിക്സഡ് വോളിയം സൊല്യൂഷൻ എന്നാണ് കോൺസെൻട്രേഷൻ. ഗാഢത, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ ഫിക്സഡ് വോളിയം സോൾവെൻറ്റ്, അല്ലെങ്കിൽ 1 ലിറ്റർ സൊല്യൂഷൻ. അപ്പോൾ 1 ലിറ്റർ സൊല്യൂഷനിൽ 1 മോൾ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ നമ്മൾ 1 നോർമൽ സൊല്യൂഷൻ എന്ന് പറയും. 1 ലിറ്റർ സൊല്യൂഷനിൽ 1 മോൾ സൊല്യൂട്ട് ഉണ്ടെങ്കിൽ 1 നോർമൽ സൊല്യൂഷൻ നമ്മൾ പറയും. ദാറ്റ് ഇസ് ദ കോൺസെൻട്രേഷൻ. അപ്പോൾ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പം C, കോൺസെൻട്രേഷൻ C സമം സ്മോൾ ലെറ്റർ n ബൈ V. n നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, V വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി n നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? WB ബൈ MB, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. അതാണ് n നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമുക്കത് ഇട്ട് കൊടുക്കാം. WB ബൈ MB ഡിവൈഡഡ് ബൈ V ഈസ് ഈക്വൽ ടു C, അല്ലെങ്കിൽ C ഈസ് ഈക്വൽ ടു WB ബൈ MB ഡിവൈഡഡ് ബൈ V. എന്ന് വെച്ചാൽ അങ്ങനെ വരും, C ഈസ് ഈക്വൽ ടു WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V. C ഈസ് ഈക്വൽ ടു
WB ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V. നമുക്ക് ഈ സിയുടെ വില നേരത്തെ പറഞ്ഞ പൈ ഈസ് ഈക്വൽ ടു CRT എന്ന ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ വരും പൈ ഈസ് ഈക്വൽ ടു WB RT ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V. പൈ ഈസ് ഈക്വൽ ടു WB RT ഡിവൈഡഡ് ബൈ MB ഇൻറ്റു V. നോക്കിക്കേ, നമുക്ക് MB ആണ് വേണ്ടത്, മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. MB ഈസ് ഈക്വൽ ടു WB RT ഡിവൈഡഡ് ബൈ പൈ V. MB ഈസ് ഈക്വൽ ടു WB RT ഡിവൈഡഡ് ബൈ പൈ V. നോക്കിക്കേ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡിലും കിട്ടി. ഇനി ഇവിടെ നമുക്ക് ഒരു പുതിയ കൺസെപ്റ്റ് പഠിക്കാനുണ്ട്, റിവേഴ്സ് ഓസ്മോസിസ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓസ്മോസിസ് നടക്കുന്നു, അതിനൊരു പ്രഷറുണ്ട്, അതിന് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഓസ്മോസിസ് തടയാൻ പറ്റും. ഇങ്ങനെ രണ്ട് സൊല്യൂഷൻ, ഒരു സോൾവെൻറ്റും ഒരു സൊല്യൂഷനും വേർതിരിക്കുമ്പോൾ ഓസ്മോസിസ് നടക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? എവിടെ നിന്ന് എങ്ങോട്ടേക്ക് നടക്കുന്നത്? സോൾവെൻറ്റിൽ നിന്നും സൊല്യൂഷൻ സൈഡിലേക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സൊല്യൂഷൻ സൈഡിൽ ഇപ്പുറത്തുനിന്ന് ഒരു പ്രഷർ അപ്പുറത്തോട്ട് കൊടുക്കണം, തത്തുല്യമായിട്ടുള്ള. അപ്പം എന്ത് പറ്റും? സോൾവെൻറ്റിന് ഇപ്പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. അപ്പം ഇഫ് യു അപ്ലൈ എ പ്രഷർ അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ഓസ്മോട്ടിക് പ്രഷർ ഓർ ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ, ഒന്നുകിൽ ഓസ്മോട്ടിക് പ്രഷറിന് തത്തുല്യമായിട്ട്, അല്ലെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എവിടെ? ഇഫ് യു അപ്ലൈ ഇറ്റ് ഓൺ ദ സൊല്യൂഷൻ സൈഡ്, the process of osmosis can be prevented. The process of osmosis can be prevented. And if we apply a greater pressure in the solution side, the osmosis direction can be reversed. നമ്മൾ കൂടുതൽ പ്രഷർ സൊല്യൂഷൻ സൈഡിൽ കൊടുത്താൽ നമുക്ക് ഓസ്മോസിസിൻ്റെ ഡയറക്ഷൻ തിരിച്ചുവിടാൻ പറ്റും. എന്ന് വെച്ചാൽ സൊല്യൂഷനിൽ നിന്നും സോൾവെൻറ്റ്, പ്യുവർ സോൾവെൻറ്റ് സൈഡിലേക്ക് ഒഴുകും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് ഓസ്മോസിസ്. And reverse osmosis is a process by which a greater pressure on the solution side can reverse the direction of osmosis. A greater pressure applied on the solution side can reverse the direction of the osmosis. ഇത് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് കടൽ വെള്ളത്തിൽ നിന്നും ശുദ്ധ ജലം ലഭിക്കുന്നതിന് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് ആണ് ചെയ്യുന്നത്. കാരണം അതൊരു സൊല്യൂഷനാണ്, കടൽ വെള്ളം എന്ന് പറയുന്നത് പലതും അലിഞ്ഞു ചേർന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പ്യുവർ സോൾവെൻ്റായ വാട്ടറിനെ വേർതിരിച്ചെടുക്കാൻ ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എൻ ആപ്ലിക്കേഷൻ ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്, അറിഞ്ഞിരിക്കുക. ഇനിയും നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ള അബ്നോർമൽ മോളിക്കുലാർ മാസസ്, അബ്നോർമൽ മോളിക്കുലാർ വെയ്റ്റ്സ്. നമ്മളിപ്പം ഈ 4 മെത്തേഡിൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഈ 4 മെത്തേഡിലൂടെ നമ്മൾ മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിച്ചു. പക്ഷേ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന മോളിക്കുലാർ വെയിറ്റുകളൊക്കെ എപ്പോഴും അതിൻ്റെ കറക്റ്റ് നോർമൽ മോളിക്കുലാർ വെയിറ്റിൽ നിന്നും ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ് വ്യതിയാനപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സോ ദേ ആർ കോൾഡ് അബ്നോർമൽ മോളിക്കുലാർ വെയിറ്റ്സ്. നോർമൽ അല്ല. Abnormal molecular weights are molecular weights of substances calculated by colligative property measurements. They are molecular weights of solutes calculated by colligative property measurements are called abnormal molecular weights. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതിന് കാരണം? There are 2 reasons. 2 കാരണങ്ങളുണ്ട്. One is called association. Second is called dissociation. One is called association, the other is called dissociation. എന്താണ് അസോസിയേഷൻ? certain solute, ചില സൊല്യൂട്ടുകൾ in certain solvents, ചില സൊല്യൂട്ടുകൾ ചില സോൾവെൻറ്റിൽ അസോസിയേഷന് വിധേയമാകുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ സൊല്യൂട്ടിൻ്റെ 2 മോളിക്യൂൾസ് ചേർന്ന് ഒറ്റ മോളിക്യൂളായിട്ടിരിക്കുന്നു. ഓരോ 2 പേരും ഓരോരുത്തരായിട്ട് മാറും. അപ്പം നമ്മൾ 1000 മോളിക്യൂൾസ് സൊല്യൂട്ട് അത്തരം സോൾവെൻറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? ഫലത്തിൽ 500 സൊല്യൂട്ടേ കാണത്തുള്ളൂ. വലിപ്പം കൂടുതലുണ്ട് ഓരോ പാർട്ടിക്കിൾസിൻ്റെ, ശരിയാണ്. 2 ചേർന്ന് ഒരെണ്ണമായപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ വലിപ്പം കൂടി. പക്ഷേ നമ്മൾ പറഞ്ഞു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓൺലി, നോട്ട് ദ സൈസ് ഓർ എനി കെമിക്കൽ നേച്ചർ. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എപ്പോഴും കെമിക്കൽ നേച്ചറിനെ ആശ്രയിക്കുന്നില്ല.
നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, വലിപ്പത്തെ ഒന്നും ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ 1000 പാർട്ടിക്കിൾസ് ഇട്ട് കൊടുത്തപ്പോൾ 500 മാറിയാൽ എന്ത് സംഭവിക്കും? 500 പാർട്ടിക്കിൾസിൻ്റെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ ഉണ്ടാകത്തുള്ളൂ സൊല്യൂഷന്. നമ്മൾ 1000 പ്രതീക്ഷിക്കുന്നുണ്ട്, 1000 നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പം തിരിച്ചിതുപോലൊരു സംഭവമുണ്ട്, ഡിസോസിയേഷൻ. അതെന്തായിരിക്കും? നമ്മൾ 1000 ഇട്ട് കൊടുത്തു, അവർ ഓരോരുത്തരും മേടിച്ച് 2 പേര് വെച്ച് മാറി. അപ്പോൾ എത്രയായി? 2000 മാറി. അവിടെ പാർട്ടിക്കിൾസ് ചെറുതായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എണ്ണത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഡിസോസിയേഷൻ വരുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നു, അസോസിയേഷൻ വരുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുന്നു. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം മാറുന്നതനുസരിച്ച് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും വ്യത്യാസം ഉണ്ടാകും. എന്ന് വെച്ചാൽ ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ 1000 ഇട്ട് കൊടുത്തിട്ട് നമ്മൾ 1000 പ്രതീക്ഷിക്കുന്നു, പക്ഷേ 500 കിട്ടത്തുള്ളൂ. അപ്പം ലോവറിങ് ഓഫ് വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ കുറച്ച് കിട്ടി. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് നമ്മൾ 1000 ഇട്ട് കൊടുത്തു, പക്ഷേ അസോസിയേഷൻ നടന്നപ്പോൾ 500 പാർട്ടിക്കിൾസേ ഉള്ളൂ. അപ്പോൾ 500 പാർട്ടിക്കിൾസിൻ്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അതിനാനുപാതികമായിട്ടൊക്കെ എടുത്തുള്ളൂ വാല്യൂ. അതേപോലെ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷറിലാണെങ്കിലും എല്ലാം നമ്മൾ അസോസിയേഷൻ നടക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ, ശരിക്കും കിട്ടേണ്ട വാല്യൂവിനെക്കാട്ടിലും എന്താണ്, കുറഞ്ഞ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസാണ് നമുക്ക് കിട്ടുന്നത്. കുറഞ്ഞ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസാണ് കിട്ടുന്നത്. മോളിക്കുലർ വെയിറ്റ് കുറഞ്ഞതെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അതേപോലെ ഡിസോസിയേഷൻ നടക്കുമ്പം കൂടിയ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് നമുക്ക് കിട്ടും. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നതുകൊണ്ട് കൂടിയ അല്ലെങ്കിൽ കൂടുതൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് കിട്ടും. എന്ന് വെച്ചാൽ ഏതിൻ്റെ വാല്യൂസിനാണ് വ്യത്യാസം വരുന്നത്? ഡെൽറ്റ പി, ഡെൽറ്റ ടി ബി, അതേപോലെ ഡെൽറ്റ ടി എഫ്, അതേപോലെ പൈ, ഈ വാല്യൂസിനാണ് കൂടുതൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ കൂടും, ഡെൽറ്റ ടി എഫിൻ്റെ വാല്യൂ കൂടും, പൈയുടെ വാല്യൂ കൂടും, ഡെൽറ്റ പിയുടെ വാല്യൂ കൂടും. ഇതൊക്കെ എവിടെയാണ് സംഭവിക്കുന്ന വാല്യൂ കൂടുന്നത്? ഡിസോസിയേഷൻ നടക്കുന്നത്. അസോസിയേഷൻ വരുമ്പോഴും ഡെൽറ്റ പിയുടെ വാല്യൂ കുറയുന്നു, ഡെൽറ്റ ടി ബിയുടെ വാല്യൂ കുറയുന്നു, ഡെൽറ്റ ടി എഫിൻ്റെ വാല്യൂ കുറയുന്നു, പൈയുടെ വാല്യൂ കുറയുന്നു. ഇനി നമുക്കറിയാം ഈ കുറവും കൂടുതലും വരുമ്പോൾ ഈ പറഞ്ഞ ഡെൽറ്റ പി, ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി എഫ്, പൈ ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഡിനോമിനേറ്ററിലാണ് വരുന്നത്. നമ്മുടെ എം ബി എന്ന് പറയുന്ന ഇക്വേഷൻ്റെ എം ബി ഈസ് ഈക്വൽ ടു എന്ന് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചേ, ഈ പറഞ്ഞതിൻ്റെ വാല്യൂ കൂടി വന്നാൽ എം ബിയുടെ വില എന്ത് ചെയ്യും? കുറയും. മോളിക്കുലർ വെയിറ്റിൻ്റെ വില നമുക്ക് കിട്ടുന്ന കുറയും. അപ്പോൾ ഉയർന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കിട്ടിയാൽ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് ഉയർന്ന വാല്യൂ കിട്ടിയാൽ മോളിക്കുലർ വെയിറ്റിൻ്റെ വാല്യൂ കുറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് കുറഞ്ഞ വാല്യൂസാണ് കിട്ടുന്നതെങ്കിൽ, ഡെൽറ്റ ടി ബിക്കും ഡെൽറ്റ ടി എഫിനും ഒക്കെ ഡിനോമിനേറ്ററിൽ കുറഞ്ഞ വിലയാണ് വരുന്നതെങ്കിൽ മോളിക്കുലർ വെയിറ്റ് എം ബിയുടെ വില കൂടും എന്നർത്ഥം. അങ്ങനെയാണ് നമുക്ക് അബ്നോർമൽ മോളിക്കുലർ വെയിറ്റ്സ് കിട്ടുന്നത്. അപ്പോൾ അബ്നോർമൽ മോളിക്കുലർ വെയിറ്റ്സിന് കാരണം അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ. ഇനിയും അവിടെ നമുക്ക് ഇപ്രകാരം കണ്ടുപിടിക്കുന്ന മോളിക്കുലർ വെയിറ്റിൽ നിന്നും ശരിയായ മോളിക്കുലർ വെയിറ്റ് കിട്ടണം. നോർമൽ മോളിക്കുലർ വെയിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒബ്സർവ്ഡ് മോളിക്കുലർ വെയിറ്റ് ഓർ കാൽക്കുലേറ്റഡ് മോളിക്കുലർ വെയിറ്റ്, അതിനെ ഐ എന്ന് പറയുന്ന വാൻ ഹോഫ് ഫാക്ടർ, ഐ എന്ന് പറയുന്ന വാൻ ഹോഫ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നോർമൽ മോളിക്കുലർ വെയിറ്റ് കിട്ടും. അപ്പം നോർമൽ മോളിക്കുലർ വെയിറ്റ് ഓഫ് എ സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു വാൻ ഹോഫ് ഫാക്ടർ ഐ ഇൻറ്റു ഒബ്സർവ്ഡ് ഓർ കാൽക്കുലേറ്റഡ് മോളിക്കുലർ വെയിറ്റ്, നമ്മൾ കണ്ടുപിടിച്ച മോളിക്കുലർ വെയിറ്റ്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം, ഐ ഈസ് ഈക്വൽ ടു വാൻ ഹോഫ് ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ ഒബ്സർവ്ഡ് ഓർ കാൽക്കുലേറ്റഡ് മോളിക്കുലർ മാസ്. വാൻ ഹോഫ് ഫാക്ടർ ഐ ഈസ് ഈക്വൽ ടു നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. നോക്കിക്കേ, ഇക്വേഷൻ നോക്കിക്കേ. ഇനി നമ്മൾ ആലോചിക്കുക, നമുക്ക് ഈ നോർമൽ മോളിക്കുലർ മാസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധാരണ മോളിക്കുലർ മാസ്, അതിൻ്റെ ശരിക്കുമുള്ള മോളിക്കുലർ മാസ്, നമ്മൾ ഒബ്സർവ് ചെയ്ത മോളിക്കുലർ മാസ്, നമ്മൾ കണ്ടെത്തി കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലർ മാസ് കുറയുന്നു. കാൽക്കുലേറ്റ് ചെയ്ത മോളിക്കുലർ മാസ് കുറയുന്നത് എപ്പോഴാണ് കുറയുന്നത്? ഡിസോസിയേഷൻ സംഭവിക്കുമ്പോഴാണ്. ഡിസോസിയേഷൻ സംഭവിക്കുമ്പോഴാണ് ഡെൽറ്റ ടി ബി, ഡെൽറ്റ ടി എഫിൻ്റെ ഒക്കെ വില ഡിനോമിനേറ്ററിൽ കൂടുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന മോളിക്കുലർ മാസിൻ്റെ വില കുറയുന്നു, അല്ലേ? അപ്പോൾ ഡിസോസിയേഷൻ സംഭവിക്കുമ്പോൾ ഐയുടെ വില എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1, ഗ്രേറ്റർ ദാൻ 1, ഗ്രേറ്റർ ദാൻ 1. When dissociation occur, I will be greater than 1. The value of I will be greater than 1. അതേപോലെ അസോസിയേഷൻ നടക്കുമ്പോൾ ഐയുടെ വില എന്തായിരിക്കും? വാൻ ഹോഫ് ഫാക്ടർ ഐയുടെ വില എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1.
ഇൻ കേസ് ഓഫ് അസോസിയേഷനിൽ എന്ത് സംഭവിക്കും? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കുറയുമ്പോൾ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കുറയും, എം ബിയുടെ വാല്യൂ കൂടും. അപ്പോൾ ഐ വിൽ ബി ലെസ് ദാൻ 1. ഇഫ് ഐ ഈസ് ഈക്വൽ ടു 1, 1 കോഫാക്ടർ ഐ സമം 1 ആണെങ്കിൽ നോ ഡിസോസിയേഷൻ, നോ അസോസിയേഷൻ എന്നർത്ഥം. അസോസിയേഷനുമില്ല, ഡിസോസിയേഷനുമില്ല. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മോളിക്കുലാർ വെയിറ്റും നോർമൽ മോളിക്കുലാർ വെയിറ്റും, അതിൻ്റെ നോർമൽ മോളിക്കുലാർ വെയിറ്റും രണ്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 1, നോ അസോസിയേഷൻ ഓർ നോ ഡിസോസിയേഷൻ. ഐ ഗ്രേറ്റർ ദാൻ 1, ഡിസോസിയേഷൻ. ഐ ലെസ് ദാൻ 1, അസോസിയേഷൻ. ഇത് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, അപ്പം നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇതിൻ്റെ ക്വസ്റ്റ്യനും നേരത്തെ പറഞ്ഞ പ്രോബ്ലവും എല്ലാം കൂടെ ഞാൻ 2 ദിവസം കഴിയുമ്പോൾ തിങ്കളാഴ്ച ഈ വീഡിയോ കാണുമല്ലോ നിങ്ങൾ. ഇന്നിപ്പോൾ ഈ വീഡിയോ കാണും, ഇതിന് ശേഷം നാളെ മറ്റന്നാളായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നന്ദി, നമസ്കാരം.